എല്ലാവർക്കും പ്രഭാതവന്ദനം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അവൻ്റെ പെങ്ങൾ ഫറവോൻ്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചു. ഫറവോൻ്റെ പുത്രി അവളോട്, ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ നഷ്ടമായി പോയതിനെ തിരികെ നൽകുന്ന ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. സന്ദർഭം നമുക്കറിയാം. വാഗ്ദത്ത സന്താനമായി ജനിക്കപ്പെട്ട മോശ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഉപേക്ഷിക്കുവാൻ മാതാപിതാക്കൾ തീരുമാനിക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് മോശയുടെ വിയോഗം എന്തുകൊണ്ട് ഒരു മരണതുല്യമായ സാഹചര്യമാണ്. അക്ഷരാർത്ഥത്തിൽ മോശ മരിക്കപ്പെട്ടില്ലെങ്കിലും ആ കുഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ആ സന്ദർഭത്തിൽ കരയുന്ന അമ്രാമിനെയും യോഖേബോദിൻ്റെയും അടുക്കൽ നാം ചെന്ന് എന്തിന് കരയുന്നു എന്ന് ചോദിച്ചാൽ അവർ നമുക്ക് നൽകുന്ന ഉത്തരം, വാഗ്ദത്തമുണ്ടെന്ന് പറഞ്ഞ് ദൈവം ഏൽപ്പിച്ച സന്താനം ഞങ്ങളെ വിട്ടു പോവുകയാണ്. ഇവിടെ ഈ കുഞ്ഞിനെ കളയാൻ പോകുന്നത് മിര്യാമാണെന്ന് നമുക്ക് വ്യക്തമാണ്. മാതാവോ പിതാവോ സഹോദരനോ പോകാതെ ഈ പെൺകുഞ്ഞ് ഈ പെട്ടകവുമായി ഞങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി പെട്ടകം ബഹിഷ്കരിച്ച് കുഞ്ഞിനെന്താ ഭവിക്കുമെന്നറിയാൻ കാത്തിരിക്കുമ്പോഴാണ് ഫറവോൻ്റെ പുത്രി കുളിക്കാൻ വരുന്നത്. സന്ദർഭോചിതമായിരിക്കുന്ന മിര്യാമിൻ്റെ ഇടപെടിയിൽ മോശയുടെ അമ്മയെ തന്നെ പാല് കൊടുക്കാൻ വിളിച്ചുകൊണ്ട് വരികയാണ്. ഞാനിതിനകത്ത് നിങ്ങളോട് പറയുന്ന സന്ദേശം, മണിക്കൂറുകൾക്ക് മുൻപ് തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. എല്ലാ എബ്രായ കുഞ്ഞുങ്ങളെ പോലെ ചരിത്രത്തിൽ നിന്ന് അവൻ മാറ്റപ്പെട്ടു പോയി. ഇനി ഒരിക്കലും ആ കുഞ്ഞിൻ്റെ നിലവിളിയോ അവൻ്റെ വളർച്ചയോ കാണുവാൻ തങ്ങളുടെ കണ്ണുകൾക്കൊരു ഭാഗ്യമുണ്ടാകത്തില്ലെന്ന് സാഹചര്യങ്ങൾ വിധിപ്രഖ്യാപനം നടത്തിയപ്പോൾ നഷ്ടമായി പോകുന്നതിനെ മടക്കി നൽകുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഒരു സ്വഭാവ വൈശിഷ്ട്യത ഇവിടെ വെളിപ്പെടുകയാണ്. ഇന്ന് ഈ പ്രഭാത്യ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോയതിനെക്കുറിച്ച് ആവലോടെ നെടുവീർപ്പോടെ ഇരിക്കുന്ന മാന്യ കൂടപ്പിറപ്പേ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോട് ബന്ധം പുലർത്തുന്നവരാണെങ്കിൽ, ഈ വചനം കൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്നത് നിങ്ങളുടെ നഷ്ടങ്ങളെ നിങ്ങൾക്ക് മടക്കി നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള സംഭവങ്ങളും നമുക്ക് പരിചയമാണ്. ഇരിക്കുന്ന സ്ഥലത്തിന് വിശാലത പോരായികയാൽ അതിൻ്റെ വിശാലത കൊതിച്ചുകൊണ്ട് യോർദാനോളം ചെന്ന് മരം ശേഖരിക്കുന്ന ശിഷ്യവൃന്ദങ്ങൾ. വളരെ പെട്ടെന്നൊരു ശിഷ്യൻ്റെ കോടാലി ഊരി വെള്ളത്തിൽ പോയി. ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ ഈ വെള്ളം, ഈ നദി യോർദാനാകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. യോർദാനെക്കുറിച്ച് ചരിത്രം എഴുതി വച്ചിരിക്കുന്നത് ഈ ജലം ഒരിക്കലും തെളിഞ്ഞ ജലമല്ല, എപ്പോഴും കലങ്ങി ഒഴുകുന്ന ഈ ജലം, കുത്തൊഴുക്കായിട്ട് ഒഴുകി വരുന്ന ഈ ജലം. ഒരുപക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്ന കോടാലി വീണ സ്ഥലത്ത് കിടക്കണമെന്നില്ല. ഒഴുകി വരുന്ന ജലഗണങ്ങൾ ആ കോടാലിയെ ഒരുപക്ഷേ ആ വീണെടുത്തു നിന്നും മാറ്റിക്കൊണ്ടുപോയിട്ടിരിക്കാൻ സാധ്യതയുണ്ടാകാം. ഒരിക്കലും ആ കോടാലി കിടക്കുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ആർക്കും ദർശിക്കുവാനും കഴിയില്ല. പക്ഷേ പ്രവാചകൻ കോല് വെട്ടി എറിഞ്ഞപ്പോൾ ആ കോടാലി പൊങ്ങി വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപക്ഷേ കോടാലി ദൂരത്തായിരിക്കാം, ആ കോടാലി കാണുവാനും കഴിയില്ല. വിശ്വസിച്ചുകൊണ്ട് ആ കോടാലിക്ക് നേരെ ആ വീണ സ്ഥലത്ത് കോല് വെട്ടി എറിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം, ഒരുപക്ഷെ ദൂരത്താണെങ്കിലും ആ കോല് ചെന്ന് വീണപ്പോൾ ആ കോടാലി അവിടേക്ക് നീങ്ങി വന്നിരിക്കാം. ഇതൊരു വലിയ ആലോചനയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ കണ്ണെത്താത്ത ദൂരത്തും നിങ്ങളെ വിട്ട് അകലം പാലിച്ചാലും ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ എത്ര അകലം പാലിച്ച വിഷയങ്ങളും അരികത്ത് കൊണ്ടെത്തിച്ച് നിങ്ങളുടെ കരങ്ങളിൽ തിരികെ തരുന്നൊരു ദൈവം ഉണ്ടെന്നുള്ള ശക്തമായ ദൂത് ഈ പ്രഭാതത്തിൻ്റെ വചനത്തിൽ കൂടെ നിങ്ങൾക്ക് നൽകുകയാണ്. കോടാലി വീണ് കിടക്കുന്നത് കാണാൻ കഴിയത്തില്ലെങ്കിലും വിശ്വസിച്ചുകൊണ്ട് കോല് വലിച്ചെറിഞ്ഞപ്പോൾ ആ കോടാലി യഥാർത്ഥമായി തൻ്റെ കരങ്ങളിലേക്ക് മടങ്ങി വന്നതുപോലെ ഈ പ്രഭാതത്തിൽ നിങ്ങളിൽ നിന്ന് അകലം പാലിച്ച, നിങ്ങളുടെ നയനങ്ങൾക്ക് അഗോചരമായി നിലകൊള്ളുന്ന പല വിഷയങ്ങളും നിങ്ങളിലേക്ക് മടക്കിത്തരാൻ ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്. അതുകൊണ്ട് തികഞ്ഞൊരു പ്രാർത്ഥനയും ദൈവാശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും മുറുകെ പിടിക്കുക. ശത്രു എത്ര വെല്ലുവിളിച്ചാലും, ബന്ധുക്കാരെത്ര വെല്ലുവിളിച്ചാലും, ദേശം എത്ര വെല്ലുവിളിച്ചാലും,
നിങ്ങളുടെ നഷ്ടങ്ങളെ നിങ്ങളിലേക്ക് മടക്കിത്തരാൻ കഴിയുന്ന സ്നേഹ സ്വരൂപനായ ദൈവത്തിൻ്റെ ആ ഒരു ശക്തമായ പ്രവൃത്തി നിങ്ങളിൽ ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.